ആദ്യമായിട്ടാണ് നമുക്കൊരു സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് കിട്ടുന്നത്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. ഇവിടുത്തെ ഈ റൂമിലും നമ്മുടെ ഈ ബെഡ്റൂമിലും നമുക്ക് ലൈറ്റ് ഇല്ല. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് റൂം. ഇവിടെ തൽക്കാലമായിട്ട് അയറാക്കിയാണ് വെച്ചേക്കുന്നത്. ഇനി സാധനങ്ങളൊക്കെ വരാനുണ്ട്. ഇത് നമ്മുടെ ഷൂ റാക്കാണ്. ഓൾമോസ്റ്റ് ഒക്കെ റെഡിയായി. ഇനി വരുന്നത് ഇതാണ് നമ്മൾ ജാക്കറ്റും അതുപോലത്തെ കോട്ടുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. നമുക്ക് കയറി വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വിൻ്റർ സമയത്ത്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ് പോയേക്കുന്നത്. ഈ ഒരു ലിവിങ് റൂം ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ് കിച്ചൺ ഇങ്ങനെ പോയേക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ എന്താണ് ഡൈനിങ് ടേബിൾ എല്ലാം സെറ്റ് ചെയ്യുന്ന സ്ഥലം. ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, എല്ലാം വാലാകോളം കിടക്കുക. ഇതാണ് നമ്മുടെ ടി വി വെക്കുന്ന സ്പേസ്. അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള ലിവിങ് റൂമാണ്, കുഴപ്പമില്ല. ഇത് നമ്മുടെ സ്പെഷ്യൽ 2 ചെയറുകളാണ്. നമ്മളൊരു കുഷന് വേണ്ടി നോക്കുന്നുണ്ട്, ഉടനെ കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഞാൻ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഓരോ ചട്ടിയിലാക്കി വളർത്തിയെടുക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്. ഇത് പഴയ ഓൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് ഇവിടെ ലൈറ്റുകളൊക്കെ കുറഞ്ഞ ആദ്യമായിട്ടാണ് നമുക്കൊരു സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെന്റ് കിട്ടുന്നത്. ഇവിടെ സാധനങ്ങളൊക്കെ അടിക്കി പറക്കുന്നതേ ഉള്ളൂ. ഇതിവിടെ ചുമന്ന് കൊണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്ത്, നമ്മൾ പ്രതീക്ഷ കണക്കേ അല്ല, ഒരുപാട് സമയമെടുത്ത്. ഇത് മിക്കവാറും നാളെ വരെ പോകുമായിരിക്കും, അടുക്കി പറക്കലുകളും കാര്യങ്ങളും. ഓക്കെ, നമുക്കുള്ള ഒരു കാനഡയിലെ മഞ്ചട്ടി. എൻ്റെ പാവം കിട്ടും കത്തിലും പൊട്ടലൊന്നും ഇല്ലാതെ നാട്ടിൽ കൊണ്ടുവന്നത് അങ്ങ് തിരുവനന്തപുരത്തേന്ന് കേരളത്തിലോട്ടും കാനഡയിലോട്ട് എത്തിച്ചത്. ചപ്പാത്തി പിടുത്ത സാധനമാണോ? എൻ്റെ നമ്മുടെ ഓവൻ, നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. ഇവിടെ അരിയൊക്കെ വെക്കുന്ന സ്പേസ്. നമ്മുടെ മൈക്രോവേവ്. നമ്മൾ അവിടെ നിന്ന് സാധനം നമ്മുടെ പഴയ റൂമിൽ നിന്ന് സാധനങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. നമുക്കൊരു ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും എന്നൊക്കെ പുതിയൊരു സ്ഥലത്തോട്ട് മാറുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരണമെന്ന് തോന്നി. അതൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തത്. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിപ്പോയി. ഫുള്ള് ജോലിയായിരുന്നു. സാധനങ്ങൾ ഇറക്കുക, കൊണ്ടുവരിക, അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. പേരുകൾ നമ്മൾ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി, പക്ഷെ ഒന്നും നേരെ ഒന്നും കിട്ടുന്നില്ല. ഉടനെ അപ്പോൾ അടുത്ത കാർഡ്ബോർഡ് മാറ്റി വെച്ചു. ഇത്രയും കാർഡ്ബോർഡുകൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് കാർഡ്ബോർഡുകൾ, ഞാൻ കാണിച്ചിട്ട്. ഈ 2 കാർഡ്ബോർഡുകളുണ്ട്. ഇതിപ്പോൾ ഇത്രയും വന്ന സാധനങ്ങളാണ്. ഇനി ഒരു കാർഡ് സാധനങ്ങൾ വരാനുണ്ട്. അപ്പം ആ സാധനം കൂടെ വന്നിട്ട് അത് അടുക്കി പറക്കാം. അപ്പം നമ്മൾ വിചാരിച്ചത് ഫുള്ളൊന്ന് ഉള്ളതെല്ലാം കൂടെ അങ്ങ് അടുക്കി പറക്കി വെച്ചാൽ ആ പണി മുടിക്കാം, ഫുഡ് ഉണ്ടാക്കാലോ എന്ന ഒരു മൈൻഡാണ്. ഓക്കെ, എന്നാൽ 2 ട്രേ വേണ്ടി വരും. അതോ, അത് മറ്റേ കത്തിയുടെ ഭാഗമാണ്. കത്തി എവിടെ എന്താ? കത്തി മറ്റേ വലിയ കത്തി. അതില്ല, ഇത് ഭാഗം. ഇത് നമ്മളെന്ത് ചെയ്യണം? ചൂടില്ലല്ലോ. അടുത്ത പെട്ടി. നാട്ടിൽ വന്നപ്പോൾ ആകെ ഞാൻ കത്തിനോട് പറഞ്ഞേ, നാട്ടിൽ വന്നപ്പോൾ ആകെ 3 സൂട്ട്കേസായിട്ട് വന്ന നമ്മളിപ്പം അത് എൻ്റെ 3 പെട്ടിയിൽ എൻ്റെ തുണി മാത്രം. ഇതിന് മാത്രമേ എനിക്ക് തുണിയോ? ഇതിന് മാത്രം എനിക്ക് തുണി ഉണ്ടോ? ഇത് മറ്റേ ഓണിലൊക്കെ നമുക്ക് കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ഈ സംഭവം മറ്റേ കത്തി ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, ആജീവനാന്ത പീസില അതോ നൈസ് സാധനം. ഞാനൊരു സംഭവം കാണിച്ചാൽ ഇതുണ്ടോ? ഈ ഇതുണ്ടോ? ഞാൻ സൂചിച്ചിട്ട് കളക്ഷൻ ഇത്രയും ഗ്ലാസും ഇത്രയും ഉണ്ട്.
നമ്മൾ കുറച്ച് കുക്ക് ചെയ്ത് വെച്ച് ക്യാഷ് ഒരു മിനി ബാർ ആക്കാം. തണുപ്പില്ലാത്തൊരു മിനി ബാർ. ലാസ്റ്റ് നമ്മുടെ ലോഡ് എത്തിയിരിക്കുകയാണ്. ഓരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 ഭർത്താക്കന്മാരെ കാണില്ല. സാധനം എടുക്കും. നെക്സ്റ്റ് ടീം വരുവാണ്. ഇറക്കി പാവം. ക്യാമറയ്ക്ക് മുഖം തരാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ നടക്കത്തില്ല.